ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? പല ഭാഗങ്ങളിൽ, പലയിടങ്ങളിൽ, പല ഭവനങ്ങളിലായിരുന്നു നമുക്കൊരുമിച്ച് ഈ ഉച്ച തിരിഞ്ഞ സമയം ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം ഈ സ്റ്റാച്യുവിൽ ദൈവസന്നിധിയിലെ ഹാളിൽ കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഇന്ന് പകൽ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദൈവം നമ്മളെ കൂട്ടി വരുത്തിയതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽ ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. വടി നീട്ടാൻ മോശ തയ്യാറാണെങ്കിൽ ചെങ്കടൽ പിളർക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കാൻ ദാനിയേൽ തയ്യാറാണെങ്കിൽ സിംഹങ്ങളുടെ വായടയ്ക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ആമേ, തീയുടെ നടുവിൽ വിശ്വാസത്തോടെ ഇറങ്ങുവാൻ എബ്രായ ബാലന്മാർ തയ്യാറാണെങ്കിൽ ശക്തമായ തീയുടെ ബലത്തെ കൊടുക്കെടുത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽക്കാലം ആരാധിക്കാൻ ആമേ പൗലോസും ശീലാസും തയ്യാറാണെങ്കിൽ ആമേ കാരാഗ്രഹത്തിന്റെ അടിത്തള ഇറക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. പ്രാർത്ഥിക്കാൻ സഭ തയ്യാറാണെങ്കിൽ ബന്ധനങ്ങളെ അഴിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ, ആ കർത്താവിന്റെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുകയാ. നാളുകൾ കൊണ്ട് ഭാരപ്പെടുന്ന കുടുംബങ്ങളുടെ അകത്ത്, നാളുകളായി ഭാരപ്പെടുന്ന തലമുറകളുടെ മേല്, നാളുകളായി ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേല് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു തീ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വം കൊടുത്തേ. ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്ത് വെളിപ്പെടുന്ന ദൈവിക അഭിഷേകം ഈ ഹാളിനകത്ത് മാത്രമല്ല, ഈ കോമ്പൗണ്ടിൽ മാത്രമല്ല, ഈ ദേശത്ത്, ഈ പട്ടണത്ത് മാത്രമല്ല, അത് രാജ്യങ്ങൾക്കപ്പുറം ഒഴുകുന്ന ഒരു അഭിഷേകമായി മാറുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒരു സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ഇന്ന് പകൽക്കാല സ്തോത്രം ചെയ്ത് കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകൽ യേശു കർത്താവ് നമ്മളെ തൊടാൻ പോകുക, കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ പോകുക. കർത്താവ് തൊട്ടാൽ സൗഖ്യമാണ്. 38 വർഷം കൊണ്ട് കുളക്കരയിൽ കിടന്ന രോഗി, ഒത്തിരി ദൂതന്മാർ ഒത്തിരി പ്രാവശ്യം ഇറങ്ങി കലക്കിയിട്ടും വിടുതൽ കിട്ടിയില്ല. 38 വർഷം കൊണ്ട് പ്രതീക്ഷയെല്ലാം മങ്ങി. ഇനി ആരുമില്ല, എല്ലാം അസ്തമിച്ചിരുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം അവിടെ കടന്നു വന്നു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ ആ ചോദ്യം നമ്മളോട് ചോദിക്കുക. സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ചോദിച്ച ചോദ്യത്തിന് പുറകിലൊരു കാര്യമുണ്ട്. കാരണം 38 വർഷം കൊണ്ട് കിടക്കുക. ഒത്തിരി പേർ സൗഖ്യം പ്രാപിച്ചവിടെ നിന്ന് പോയി. ഒരുപാട് പേർ സൗഖ്യം പ്രാപിച്ചു. 38 വർഷം കൊണ്ട് ഒരു സൗഖ്യമില്ലാതെ കിടക്കുക, ഒരു സന്തോഷമില്ലാതെ കിടക്കുക. ഒരു കാര്യം പറയാം, 38 വർഷമായിട്ടും ആ കുളക്കര വിടാതെ അവൻ അവിടെ കിടക്കുകയാ. എന്നായാലും എനിക്കൊരു വിടുതൽ ഇവിടെ നിന്ന് കിട്ടും, എന്നായാലും എനിക്കൊരു സൗഖ്യം ഇവിടെ നിന്ന് കിട്ടും. എനിക്ക് മുമ്പേ വന്നവർ, ശേഷം വന്നവരെല്ലാം വിടുതൽ പ്രാപിച്ചു പോയി, ശരിയാ. പക്ഷേ എനിക്കിതുവരെയും വിടുതലില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കെന്നായാലും ഒരു വിടുതൽ കിട്ടും. ഒത്തിരി പരിഹാസങ്ങൾ കേട്ടു, ഒത്തിരി നിന്ദകൾ കേട്ടു, ഒത്തിരി പേർ പലതും പറഞ്ഞു. എന്തേ നിനക്ക് മാത്രം ഒരു വിടുതലില്ലാത്തത്? എന്തേ നിന്റെ കുടുംബത്തിൽ മാത്രം ഒരു സന്തോഷമില്ലാത്തത്? എന്തേ നിന്റെ തലമുറകൾ ഇങ്ങനെയായത്? എന്തേ നിന്റെ ജീവിതം ഇങ്ങനെയായത്? ചോദിച്ച ചോദ്യങ്ങളുടെ മുമ്പിലൊക്കെ ആമേൻ തല കുനിക്കേണ്ടി വന്നു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, എന്നായാലും എനിക്കൊരു വിടുതൽ കിട്ടും. അത് ഈ കുളക്കരയിൽ നിന്ന് തന്നെ കിട്ടും. എന്നായാലും എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് ഉറച്ച ആ രോഗി 38 വർഷമായപ്പോൾ യേശു കർത്താവ് കുളക്കരയിൽ വന്നു. ഏറിയ നാളുകളായി അവിടെ കിടക്കുന്നത് കണ്ടിട്ട് അവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒറ്റ വാക്ക്, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽ ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് വന്നത് ശരിയാ, ആരാധനയ്ക്ക് വന്നത് ശരിയാ, മുടങ്ങാതെ വരുന്നത് ശരിയാ, ഇവിടെ ആയിരിക്കുന്നത് ശരിയാ. പക്ഷെ കർത്താവിന് അറിയേണ്ടതൊന്ന്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ? സന്തോഷം പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽ നിറഞ്ഞ മനസ്സോടെ ആ കർത്താവിന്റെ സന്നിധി എന്ന് പറയാമോ? അതെ, കർത്താവേ, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്, എനിക്ക് ആത്മീകമായി ജീവിക്കാൻ മനസ്സുണ്ട്, എനിക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ മനസ്സുണ്ട്, എനിക്കൊരു നല്ല ജീവിതം നയിക്കാൻ മനസ്സുണ്ട്, എന്നെയും സൗഖ്യമാക്കണം. ഇന്ന് പകൽ ആ സൗഖ്യദായകൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേര് ആത്മാവിൽ അത് കാണുന്നു? ആ സൗഖ്യദായകൻ ഇന്ന് പകൽ ഈ ഹാളിനകത്ത് ചലിക്കുന്നത് എത്ര പേര് കാണുന്നു? ആ സൗഖ്യദായകൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ, ആമേൻ, ആ ഗലീല നാട്ടിൽ മാത്രമല്ല, ഈ തിരുവനന്തപുരം പട്ടണത്തിലും വന്നിട്ടുള്ളത് എത്ര പേര് കാണുന്നു? ആ ഗലീല നാട്ടിൽ മാത്രമല്ല, നമ്മുടെ ഈ പട്ടണത്തിലും ആ കർത്താവ് ചലിക്കുന്നത് എത്ര പേര് കാണുന്നു? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ നടച്ചേ, ഒരു നിമിഷം നമുക്ക് ആ അതിരങ്ങളൊന്ന് ചലിപ്പിച്ചേ. നമുക്ക് ഈ പട്ടണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ പട്ടണം വിടുതൽ പ്രാപിക്കുവാൻ, ഈ പട്ടണം സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ, ഈ പട്ടണം സ്വസ്ഥത പ്രാപിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് ഒരുപാട് പേരിന്ന് പകൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കേട്ടും ആമെ കണ്ടു മറിഞ്ഞു അനേക പേർ കടന്നു വന്നിരിക്കുക. ചുമ്മാ സമയം പോക്കിനല്ല എന്നെനിക്കറിയാം. ഇന്നു പകൽ ഒരു വിടുതലിന് വേണ്ടിയാ. ഒരു നിമിഷം നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ച് കൊടുത്തേൽപ്പിച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇതിനകത്ത് തലവണക്കിയിരിക്കുന്ന ഓരോരുത്തർ, കഴിഞ്ഞ ആഴ്ചകളിൽ ശാരീരികമായി ബലഹീനപ്പെട്ടിരുന്ന അനേക പേര്, മാനസികമായി തളർന്നിരുന്നവര്, ഇന്നു പകൽ ഒരു വിടുതലിന് വേണ്ടി, ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി വളരെ വിദൂരതകളിൽ നിന്ന് വളരെ ദീർഘ യാത്ര ചെയ്ത് ഈ പട്ടണത്തിൽ ഈ ഹാളിൽ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുക. വളരെ വിദൂരതയിൽ നിന്ന് അനേക പേര് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് യേശു കർത്താവിൻ്റെ ദിവസമാണ്. നാം ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന പ്രിയ സാർ, അതുപോലെ എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ മനോമണി അവരുകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ കാണാത്ത ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഈ ദിവസം നാം ഒരുമിച്ച് കാണുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വളരെ സന്തോഷമുള്ളവരായിരിപ്പീൻ. ഒരു പാട്ടുകാരൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ട് ഇങ്ങനെ എഴുതി, അതായത് അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല, നദി നിന്റെ മേൽ കവിയുകയില്ല. ആമേൻ. അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നട കൊണ്ടവൻ താൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം ദൈവത്തിൻ്റെ വലിയ വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം അത് കുറച്ച് വ്യത്യസ്തപ്പെടുത്തി പാടുവാൻ പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അഗ്നി എന്നെ ദഹിപ്പിക്കുകയില്ല, നദി എൻ്റെ മേൽ കവിയുകയില്ല, അഗ്നി അതിൽ നാലാമൻ താൻ, ആമേൻ, ആഴിയിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് ഈ ദിവസവും വ്യത്യസ്തമായിട്ട് അനുഗ്രഹമായി തീരുവാൻ പോകുന്നു. വളരെ സന്തോഷമുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അഗ്നി എന്നെ പറഞ്ഞേ, അഗ്നി എന്നെ ദഹിപ്പിക്കില്ല, നദിയന്മേൽ കവിയുകില്ല, അഗ്നിയാതിൽ നാലാമന്താ, ആഴിമേ നാട കൊണ്ടോന്താ, അഗ്നി എന്നെ, എല്ലാരും പറ, ദഹിപ്പിക്കില്ല, നദിയന്മേൽ കവിയുകില്ല, അഗ്നിയാതിൽ നാലാമന്താ, ആഴിമേ നാട കൊണ്ടോന്താ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതോ. മകത്തോരാജനാ സേനയും വീരനാ അഭയം താൻ നാമക്കുന്നു. മകത്തോരാജനാ സേനയും വീരനാ അഭയം താൻ നാമക്കുന്നു.
ദിവസം യേശുവിന്റെ നാമത്തിൽ നാളിതുവരെ നിന്നെ തകർത്തു വച്ചിരിക്കുന്ന എത്ര വലിയ പൈശാചിക ശക്തികളാണെങ്കിലും, എത്ര വലിയ അന്ധകാര മണ്ഡലങ്ങളാണെങ്കിലും, എത്ര വലിയ ശക്തരായ പൈശാചിക വ്യാപാരമാണെങ്കിലും, അത് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം അതിനെ തകർക്കുന്ന സമയമാണ്. പരിശുദ്ധ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് മുമ്പിൽ സ്വർഗീയ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേ കർത്താവേ, അങ്ങയുടെ പ്രിയപുത്രൻ ക്രിസ്തു, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം നൽകിയ ക്രിസ്തു ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം എന്തെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കാൻ സ്വർഗത്തിലെ അപ്പം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് നന്ദി. ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ അങ്ങ് അനുവദിച്ചിരിക്കുന്ന 1000 ദൂതന്മാരുടെ മധ്യേ ഇരുന്നു കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിനായി നന്ദി കർത്താവേ. ഈ ദിവസവും ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അസാധാരണ ദൈവപ്രവൃത്തിയുടെ ദിവസമായിരിക്കുന്നത് കൊണ്ട് നന്ദി. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുന്ന ദിവസമായിരിക്കുന്നത് കൊണ്ട് നന്ദി. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ മഹിമയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അത് ഈ ദിവസവും സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തിലേക്ക് നാം ഈ ദിവസത്തിലും നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അതേ സങ്കീർത്തന പുസ്തകം 2 അതിൻ്റെ 3-4 വാക്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുകയും ചെയ്യുന്നത് എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി. ആമേൻ. ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ശേഷമായി പറയുന്നു, നാം അവിടെ കെട്ടുകളെ പൊട്ടിച്ച് അവിടെ കയറുകളെ എറിഞ്ഞുകളക. 4-ാം വാക്യമാണ് നമ്മുടെ കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ചില ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഇടത്ത് നമ്മെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, നമ്മെ തകർത്തു വയ്ക്കുന്ന ചില പൈശാചിക പ്രവൃത്തികൾ, അതിനെ തകർത്തു കളയുവാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. ആമേ. പൈശാചിക കെട്ടുകളെ, ചില മന്ത്രവാദ കെട്ടുകളെ, ചില പൈശാചികമായ ബന്ധനങ്ങളെ, ആമേ, മാനുഷികമായി കൊണ്ടുവരുന്ന ചില ബന്ധനങ്ങളെ, അതിനെ തകർത്ത് കളയണം, അതിനെ അവസാനിപ്പിച്ച് കളയണം. അത് കർത്താവിന് സന്തോഷമാണ് എന്ന് നാം വളരെ കൃത്യമായി ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു. സ്തോത്രം. ആമേ. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്നതിൽ കോഴിക്കോടുള്ള ഒരു ജെയ്സൺ കെ ഡേവിഡ്, അദ്ദേഹം എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. ആമേ. സാറേ, ഞാൻ കഴിഞ്ഞ 28-ലധികം വർഷങ്ങൾ കൊണ്ട് ഞാൻ ശാരീരികമായി ഒരു വല്ലാത്ത അവസ്ഥയിൽ, എനിക്ക് കസേരയിൽ ഇരിക്കാനോ ഒന്ന് ചലിക്കാനോ കഴിയാതെ വണ്ണം ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ടും എൻ്റെ ഭാര്യ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തിയായിരുന്നത് കൊണ്ടും ആമേൻ, ഞങ്ങൾക്ക് മെഡിക്കൽ പരമായിട്ട് അതിനെ എങ്ങനെ സൗഖ്യമാക്കാൻ ആമേൻ പറ്റുമെന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ട് ഞങ്ങൾ പല ഡോക്ടർമാരെ ആശ്രയിച്ചു. ഞങ്ങൾ പലതരത്തിലൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒരു വിടുതലായി തീരുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ജസ്റ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറിപ്പോയി. ആമേൻ. ആ രോഗബന്ധനം അഴിഞ്ഞു മാറി. പിന്നെ എനിക്ക് വളരെ സന്തോഷമായിട്ട് മുൻപിലായിരിക്കുവാൻ കഴിയുന്നു.
അദ്ദേഹം ഓഫീസിൽ വരുമ്പോഴും ചെയറിൽ ആമേൻ നട്ടല് പിടുത്തത്തിന് ബുദ്ധിമുട്ടായോണ്ട് ആമേൻ ആ ചെയറിൽ ഒരു പ്രത്യേക കുഷ്യൻ അദ്ദേഹം കൊണ്ടുവരും. അത് വെച്ചിട്ടാണ് അതിൻ്റെ മേലിരിക്കുന്നത്. അതിനുശേഷമായിട്ട് അദ്ദേഹം ആ കുഷ്യൻ പോലും മറന്നുപോയി. നാളിതുവരെ അത് ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞത് ചോദിച്ചാൽ ആമേ സർവശക്തനായ ദൈവത്തിന്റെ മഹാപ്രവൃത്തിയാൽ ആമേ സ്തോത്രം ചില ശപിക്കപ്പെട്ട ബന്ധനങ്ങളെ സ്വർഗം അടിച്ചു മാറ്റുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ അത് മാറിപ്പോയില്ല എന്ന് പറഞ്ഞ് ഇന്നും മാറിപ്പോകില്ല എന്ന് നാം ചിന്തിക്കേണ്ട. നിങ്ങൾ ഓർക്കണം, 38 വർഷം ആമേൻ ബെഥെസ്ദ കൊളക്കരയിൽ കിടന്നവൻ, അവൻ 38 വർഷം കൊണ്ട് ദൂതനെ കാണുന്നുണ്ട്. അവിടെ കടന്നു വന്ന അനേകർ വിടുതൽ പ്രാപിക്കുന്നത് കാണുന്നുണ്ട്. അവൻ അത്ഭുതങ്ങളെ കാണുന്നുണ്ട്. യാതൊരു വ്യാധി പിടിച്ചവനായാലും ആ കുളത്തിനകത്ത് വീഴുന്നവൻ സൗഖ്യം പ്രാപിച്ച് പോകുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നന്നായിട്ട് അവനത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആമേൻ ഈ 38 വർഷം വരെ എന്തിനാ ഞാൻ ആ വിടുതലിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ചിന്തിച്ചില്ല. താൻ ചിന്തിച്ചു, ആമേൻ എന്റെ അവസാനം ഇവിടെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ വിടുതൽ പ്രാപിക്കുന്നത് വരെ ഈ ബെഥെസ്ദ കൊളക്കരയിൽ ഉണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം വരെ നാളിതുവരെ പ്രാർത്ഥനയിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല, ഉപവാസത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അത്ഭുത ശുശ്രൂഷയിലൂടെ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നേ ദിവസം യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു കർത്താവ് പ്രത്യക്ഷമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ യേശു കർത്താവ് നമ്മുടെ ചില അസ്വസ്ഥതകൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് വളരെ അധികമായിട്ട് എന്നെ പ്രദർശിപ്പിച്ച് കർത്താവ് തന്നെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്നെ വ്യത്യസ്തമായി പ്രദർശിപ്പിക്കുന്ന നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ആമേൻ ഇന്ന് ദിവസം ആഗ്രഹിക്കുന്നത്. ആമേ കർത്താവ് നമ്മോട് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ലൂക്കോസ് വിശേഷം ലൂക്കോസ് വിശേഷം അതിന്റെ 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു വാക്കാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത്. അവിടെ പറയുന്നു, ആമേ സ്തോത്രം, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിവസം വരെ അഴിയാത്തത് ചിലത് അഴിയാൻ പോകുന്നു എന്ന് ആമേൻ ഒരു സാമുവൽസിനെ കൊണ്ടല്ല കർത്താവ് സംസാരിപ്പിക്കുന്നത്. ആമേ സംസാരിക്കുന്നത് ഇന്നേ ദിവസം കർത്താവ് തന്നെ നമ്മോട് ലൈവായി സംസാരിക്കുന്ന ദൂതാണ്. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ദിവസം എൻ്റെ കർത്താവ് കുറെ വർഷങ്ങളുടെ പാരമ്പര്യം പറയുന്ന ചില ബന്ധനങ്ങൾ അഴിച്ചു മാറ്റാൻ പോകുകയാണ്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായി പറയുന്നു, ആമേ പാരമ്പര്യം പറയുന്ന ചില അസ്വസ്ഥതകളെ കർത്താവ് എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആമേ പാരമ്പര്യം പറയുന്ന ചില വേദനകളെ കർത്താവ് എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആമേ പാരമ്പര്യം പറയുന്ന ചില തകർച്ചകൾ എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആമേ പാരമ്പര്യം പറയുന്ന ചില നിരാശകൾ എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പാരമ്പര്യം പറയുന്ന ചില സങ്കടങ്ങൾ എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പാരമ്പര്യം പറയുന്ന ചില കേട്ടുകളെ പൊട്ടിച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അതേ കർത്താവ് ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്ന ദിവസമാണ്. അങ്ങനെക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. സ്വർഗ്ഗം അത് സാധ്യമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ആമേ സ്തോത്രം, ഞാൻ വളരെയധികമായി എന്നെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ ആമേൻ ഒരു വ്യക്തിയാണ്, ഒരു ഫോറസ്റ്റ് ഓഫീസർ രഘുവികുമാർ എന്ന് പറയും. അദ്ദേഹം ശുശ്രൂഷയിലാണ്. അദ്ദേഹം തൻ്റെ സ്നേഹിതനായ ഒരു തമിഴ്നാട്ടുകാരൻ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. താൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ആമേൻ എന്നോട് താൻ പറഞ്ഞു, ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ആമേ ദൈവത്തിന്റെ 2ാമത്തെ PhD എടുക്കാൻ വേണ്ടി താൻ തൃശ്ശൂർ അവിടുത്തെ ഫോറസ്റ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേ തന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. താൻ പറയുന്നു, ആമേൻ ദൈവമുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല, ദൈവത്തെക്കുറിച്ച് എനിക്ക് വലിയ ചിന്തയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പരിഹാസ രൂപേണ ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. ആമേൻ ശേഷമായി കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഞാനും ഇദ്ദേഹവും ആ ഫോറസ്റ്റ് ഓഫീസറുമായി ആമേ സ്തോത്രം ഞങ്ങളുടെ പ്രയർ റൂമിൽ
ആമെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം സംഭവിച്ചൊരു മഹാപ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ ആമേൻ ഒരു മിന്നൽ ആമേൻ അവിടെ ഒരു മിന്നൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ കരുതി, എല്ലാവരും കരുതി ഒരു മിന്നലാണെന്ന്. പക്ഷേ ഈ ക്രിസ്റ്റഫർ എന്ന് പറയുന്നവന്റെ നാക്ക് താണു പോകുവാനിടയായി. അദ്ദേഹം ഒരു പരവശനായി തീരുവാനിടയായി തീർന്നു. ആമേൻ. രാവിലെ വരെ അവിടെ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാവിലെ പോകുന്ന സമയത്ത് ആമേൻ അദ്ദേഹം പറഞ്ഞിട്ട് പോയൊരു കാര്യം ഇതാണ്. ആമേൻ, സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ആമേൻ ഞാൻ അളന്നു കുറിക്കുന്നത് പോലെയല്ല, ഞാൻ എൻ്റെ കൊച്ചു ബുദ്ധിക്ക് ചിന്തിക്കുന്നത് പോലെയല്ല എന്നെനിക്ക് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ ആമേൻ സ്തോത്രം സഹായിച്ചു. ആ പ്രാർത്ഥനയിൽ തൻ്റെ ആ ബന്ധനം അഴിഞ്ഞു മാറി, ആ നാവിൻ്റെ കെട്ടടിഞ്ഞു മാറി. അവൻ കർത്താവിനെ സ്തുതിക്കുകയല്ല, അവൻ കരഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമിടയാക്കി. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ആമേൻ ശാപയോഗ്യമായി കടന്നു വരുന്ന ചില അസ്വസ്ഥതകളെ, ചില ബന്ധനങ്ങളെ അത് തകർത്തു മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്നേ ദിവസം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്നത്തെ ദിവസം സന്തോഷമുണ്ട്? യേശു കർത്താവിന്റെ ബന്ധനം അടിച്ചു മാറ്റുന്ന ദിവസമാ. എന്നോട് കർത്താവിന്റെ ആത്മാവ് വളരെ കൃത്യമായി ആമേ സംസാരിക്കുകയാണ്. ആമേ ജീവിതത്തിൽ ഒട്ടൊഴിയാത്ത വേദനകളാൽ, അസ്വസ്ഥതകളാൽ ഭാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്കൊരു വലിയ വിടുതൽ സാധ്യമായി വരാൻ പോകുകയാണ്. ഒരു അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് ദൈവത്തിന്റെ മഹത്വമായിട്ട് വെളിപ്പെടാൻ പോകുകയാണ്. അതേ കർത്താവായ ക്രിസ്തു ഇന്നത്തെ ദിവസം നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. നസ്രയനായ യേശു ആ വ്യക്തിയെ കണ്ടു പറയുന്നു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നാൽ യേശു കർത്താവ് തന്റെ അടുക്കലുള്ള ശിഷ്യനോടല്ല, ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു. മത്തായി സുവിശേഷം നമുക്കതിന്റെ ആമേൻ സ്തോത്രം 16-ാം അധ്യായം 19-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരുത്തനോട് പറയുന്ന വർത്തമാനമല്ല, യേശുവിന്റെ കൂടെ ആയിരിക്കുന്ന എല്ലാവരോടും യേശു പറയുന്ന ഒരേ വാക്കാണ്. അത് പത്രോസിന് മാത്രമല്ല, യാക്കോബിനും യോഹന്നാനും മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന്റെ വാക്കാണ്. യേശു പറയുകയാണ്, സ്തോത്രം, അതെ, നിങ്ങൾ ഭൂമിയിൽ കേട്ടുന്നതെല്ലാം സ്വർഗത്തിലും കേട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിഞ്ഞിരിക്കുമെന്ന് യേശു കർത്താവ് ആണയിട്ട് നമ്മളോട് സംസാരിക്കുന്നു. എന്ത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. അതെ, ഈ ദിവസം സ്തോത്രം ആമേ സ്വർഗത്തിലെ കർത്താവ് അവൻ ചില ബന്ധനങ്ങളെ അടിച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ കൊണ്ടും ചില ബന്ധനങ്ങൾ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു വിടുതലിന്റെ ദിവസമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ സന്തോഷത്തോടുകൂടെ ആമേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഒരു ചരിത്രം ഏകദേശം ബന്ധനം അടിഞ്ഞിരിക്കുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് 968ഓളം വചന ഭാഗങ്ങളിലൂടെ തെളിയിച്ചു പറയുവാൻ സാധിക്കും. ആ ഒരു ചരിത്രം പറഞ്ഞ് ഒന്നും സംഭവിക്കാത്തവരായി വരും ദിവസങ്ങൾ മുൻപോട്ട് പോകുവാൻ എനിക്കൊരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞ ആ അത്ഭുതത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ആമേ പ്രത്യക്ഷമായി എന്നെ അടുത്തറിയുന്ന പ്രിയപ്പെട്ടവരായി ഇതിനകത്തിരിക്കുന്നത്, എനിക്ക് അപരിചിതരായിട്ടുള്ളവര് ചിലരിവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ അടുത്തറിയാവുന്നവർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം ഒരു അസാധാരണ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എനിക്ക് നൽകിയ കാഴ്ചപ്പാട് അത് യാഥാർത്ഥ്യമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുവോളം സമയമുണ്ട് വചനം കേൾക്കുവാൻ. എന്നാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നോട് യേശു കർത്താവ് പറഞ്ഞു, ഞാനിന്ന് ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്ന ദിവസമാണ്. ആമേ സ്തോത്രം. ബന്ധനം അഴിക്കാനുള്ള അധികാരം കൊടുക്കുന്ന ദിവസം
ദിവസമാണ്. ആ വചനങ്ങളിലൂടെ 2 കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. ശേഷമുള്ള സമയം അത്ഭുതത്തിന്റെ സമയമായി തീരട്ടെ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നെ കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന ഏത് ശാപത്തിന്റെ കെട്ടാണെങ്കിലും അത് ഇന്നത്തെ ദിവസം അത് അഴിഞ്ഞു മാറണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അത് രോഗമായിരിക്കാം, അതൊരു ശാപമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പൈശാചിക ബന്ധനമായിരിക്കാം. അത് എന്തോ ആണെങ്കിലും ശരി, അത് ഇപ്പോൾ തകർന്നു മാറണമെന്ന് കർത്താവിന് പദ്ധതിയുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മൾ ഒരുമിച്ച് കർത്താവോട് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി വചനങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ബന്ധനം അഴിക്കുന്ന വചനങ്ങൾ വളരെയധികം നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ ഈ നിമിഷം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന വലിയ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എതിരായിട്ടൊരു പട്ടണത്തിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയെ കാണുവാനിടയായി തീരും. അതിന്റെ തള്ളയും അതിന്റെ കുട്ടിയെയും കാണുവാനിടയായി തീരും. നിങ്ങൾ അഴിച്ചു കൊണ്ടുവരിക. ഇന്നത്തെ ദിവസം കർത്താവ് ചില ബന്ധനങ്ങളെ അടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ കൃത്യമായി പറയുകയാണ്. സ്തോത്രം. വിഷ്വലായി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ചില പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അവർ ആയിരിക്കുന്ന ഇടത്ത് അവരെ തകർത്തു വച്ചിരിക്കുന്ന ചില ശാപത്തിന്റെ ബന്ധനങ്ങളെ സ്വർഗ്ഗം അടിച്ച് നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുന്ന ദിവസമാണ്. സ്വർഗ്ഗം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. കർത്താവിന്റെ ആത്മാവിനെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. പലയിടങ്ങളിലിരുന്നു കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്കും ഒരു വലിയ വിടുതലിന്റെ ദിവസമായി തീരുവാൻ പോകുകയാണ്. വർഷങ്ങളായി കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും പരിഹാരം ലഭിക്കാത്ത ചില പ്രിയപ്പെട്ടവർ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അവർ ഒരു അത്ഭുതം നേടിയെടുക്കുവാൻ പോകുകയാണ്. ഇന്നത്തെ ദിവസം വിഷ്വലായി കാണുന്നവരിൽ ചില വ്യക്തികൾ വിടുതൽ പ്രാപിച്ച് അവർ വരും ദിവസങ്ങളിൽ ഹോളിൽ കടന്നു വരാൻ പോകുകയാണ്. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരല്പസമയത്തേക്ക് നാം ആരുമാരെ നോക്കാൻ ശ്രമിക്കുന്നില്ല. നാം കർത്താവിന്റെ പരിശുദ്ധ മുഖത്തേക്ക് നോക്കുന്നു. ഇന്നത്തെ ദിവസം ഏത് തരത്തിലുള്ള ബന്ധനമാണോ ഒഴിഞ്ഞു മാറേണ്ടത്, ഏത് തരത്തിലുള്ള ശാപമാണോ ഒഴിഞ്ഞു മാറേണ്ടത്, അത് അഴിഞ്ഞു മാറുവാൻ സ്വർഗ്ഗമിടയാക്കാൻ പോകുകയാണ്. എന്നോട് കർത്താവിന്റെ ആത്മാ പറയുന്നു, ഈ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർ ദൈവത്തിന്റെ അതിശയിപ്പിക്കുന്ന വിടുതൽ പ്രാപിക്കുവാൻ പോകുകയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്നോട് കർത്താവിന്റെ ആത്മാവ് കൃത്യമായി സംസാരിക്കുന്നു. ശാപത്തിന്റെ പിടിയിലായി വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ് വിദേശ രാജ്യത്തിലായിരിക്കുന്ന മകനെ ചൊല്ലി, മകന്റെ കുടുംബത്തെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ് ഭവനത്തിലായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം തന്നെ അവിടെ മകനായിരിക്കുന്ന ഇടത്ത് ആ മകനെ തകർത്തു വച്ചിരിക്കുന്ന പൈശാചിക ബന്ധനം, രോഗത്തിന്റെ കെട്ട്, അവ രണ്ടും ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. സന്തോഷത്തോടെ നന്ദി പറ, സന്തോഷത്തോടെ നന്ദി പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. ഒരു അസാധാരണ ദൈവ പ്രവൃത്തി സാധ്യമായി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു മാത്യു ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഹോളിൽ കടന്നു വന്ന് ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയുടെ ദൈവപ്രവർത്തി പറയുവാൻ ഒരു മാത്യു കടന്നു വരും. അത് വിഷ്വലായി കാണുന്ന വ്യക്തിയായിരിക്കാം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ സ്വർഗ്ഗം എന്നെ പ്രദർശിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അത്ഭുതത്തിന്റെ ദിവസമാണ്. ഒരുമിച്ച് നന്ദി പറഞ്ഞു, ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അതേ കർത്താവേ, അങ്ങനെ പ്രദർശിപ്പിക്കുന്ന മാത്യു എന്ന് പറയുന്ന വ്യക്തി താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചകളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ചില പ്രശ്നങ്ങളിൽ നിന്ന് ഇന്നേ ദിവസം യേശുവിന്റെ നാമത്തിൽ താൻ പുറത്തു വരികയാണ്. ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, താനായിരിക്കുന്ന ദേശത്തിന്റെ മധ്യത്തിൽ, താനായിരിക്കുന്ന ഭവനത്തിന്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാ. ഒരത്ഭുതം സംഭവിച്ചു കൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്വർഗത്തിലെ കർത്താവ് എനിക്ക് മുമ്പിൽ ഒരു എബി എന്ന് പറയുന്ന ഒരു സഹോദരനെ പ്രദർശിപ്പിക്കുന്നു. തന്നെ തകർത്തു വെച്ചിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളെ സ്വർഗം ഇന്നത്തെ ദിവസം മുതൽ തകർത്ത് ഒരത്ഭുത സാക്ഷ്യമായി തീരുവാൻ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ വലിയ മഹത്വം നന്ദി പറഞ്ഞാട്ടെ. ഇതിനകത്തായിരിക്കുന്ന ചില വ്യക്തികളെ സ്വർഗം പ്രത്യേക അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുകയാണ്. അസാധാരണ ദൈവമഹത്വമായി തീരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേ പ്രിയ തങ്കരാജ് അവറുകൾ ആമൻ ഒരു സുവിശേഷകന്റെ സ്ഥാനത്ത് ആമേ ശുശ്രൂഷക്കാർക്കൊപ്പം ഞങ്ങൾക്കൊപ്പം ആയിരിക്കത്തക്ക നിലവാരത്തിൽ അനേകർക്ക് വിടുതലിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി, അതിശയ പ്രവൃത്തിക്ക് വേണ്ടി ആമേ സ്തോത്രം അധികാരത്തോടും ശക്തിയോടും ആമേ ഭവനത്തിലായിരിക്കുമ്പോഴും ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ അനേകർക്ക് പ്രാർത്ഥിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള സാന്നിധ്യം ഈ ദിവസം ഒരു അഭിഷേകമായി കടന്നു വന്ന് സ്വർഗം നിങ്ങളെ വേർതിരിക്കുകയാണ്. നിങ്ങൾ ഭവനത്തിനകത്തിരുന്ന് പലതിനെ ചൊല്ലി കരയുന്ന വ്യക്തിയാണ്. ഇനി കരയുന്ന വ്യക്തിയല്ല, നിങ്ങൾ കൽപ്പിക്കുന്ന വ്യക്തിയായിരിക്കും. സ്വർഗം അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്. ചില ബന്ധനങ്ങളെ സ്വർഗം തകർത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അടുത്ത് കാണുന്ന ചില വ്യക്തികളുടെ ബന്ധത്തിൽ അവർക്കൊരു വലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കി തീർക്കുകയാണ്. ആ പ്രിയ സാറിനെ ഓർത്ത്, കുടുംബത്തെ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തുതിക്കാം, നന്ദി പറയാം. എല്ലാ കരങ്ങളും അടിച്ച് നന്ദി പറഞ്ഞാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറെ കുറിച്ച് പറഞ്ഞു, ഒരു രവികുമാർ. അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കുമ്പോഴാണ് 93 എന്നെ കാണുവാൻ ആദ്യമായിട്ട് അമരവളെ കടന്നു വരുന്നത്. ആമെ 93 മുതൽ 98 വരെ ഒരു നല്ല സഹോദര ബന്ധത്തിൽ ദൈവമഹത്വമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ സയന്റിസ്റ്റിനെ പോലെ പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട 100 കണക്കിന് വ്യക്തികളെ എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവരാറുണ്ടായിരുന്നു. എന്നാൽ 98 ഇന്നത്തെ ദിവസം തങ്കരാജ് സാറിന് വേണ്ടി പറയുന്നത് പോലെ തന്നെ 98 പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആമേ സ്തോത്രം, ആമേൻ ആമേൻ, മോശയിൽ നിന്ന് ആ അഭിഷേകം എടുത്ത് 70 പേരുടെ മേൽ പകർന്നതുപോലെ എൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ അഭിഷേകം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ ആ കാര്യം വ്യക്തമാക്കി കൊടുക്കുവാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗം ഇടയാക്കി തീർത്തു. പിന്നെ ഒരിക്കലും ആരെയും കൊണ്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വരാണ്ടി വന്നിട്ടില്ല. താൻ നിമിത്തം ഒട്ടനവധി ചർച്ചകൾ ഉണ്ടായി, ആയിരക്കണക്കിന് ആത്മാക്കൾ ഉണ്ടായി, അസാധാരണ ദൈവപ്രവൃത്തി ഉണ്ടായി, അനേകർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു. ദേശങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, ആമേൻ, അനേക രാജ്യങ്ങളുള്ളവർക്ക് അസാധാരണ ദൈവാനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിച്ചു. അതെ, ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വേർതിരിവിന്റെ ദിവസമാണ്. ആമേൻ, അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും, അസാധാരണ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. എത്ര പേർക്ക് സന്തോഷത്തോടെ ഒരു ദൈവിക അധികാരത്തോടെ മുൻപോട്ട് പോകുവാൻ, എത്ര പേർക്ക് ഇന്നത്തെ ദിവസം ഒരു അസാധാരണ ദൈവമഹത്വമായി തീരുവാൻ ഏൽപ്പിക്കപ്പെടുവാൻ കഴിയും. ഹല്ലേലൂയ. ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. ഒരു അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നത്തെ ദിവസം ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വല്ലഭത്വമുള്ള സാന്നിധ്യം ഒരു വലിയ ദൈവ പ്രവൃത്തിയായി തീരുവാൻ പോകുകയാണ്. ചില പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് സന്തോഷത്തോടുകൂടെ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നോട് കർത്താവിന്റെ ആത്മാവ് വളരെ കൃത്യമായി സംസാരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ആമേ സ്വർഗം ഇടയാക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. എന്നോട് കർത്താവിന്റെ ആത്മാവ് വളരെ കൃത്യമായി സംസാരിക്കുന്ന ആമേ സ്തോത്രം ചില ബന്ധനങ്ങളെ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ ഭവനത്തിലായിരിക്കുമ്പോ ഏതോ ഒരു ശക്തി കടന്നു വന്ന് ഇങ്ങനെ ബന്ധിച്ച് ശ്വാസം വിട്ടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഇതിനകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ കർത്താവ് വ്യക്തിയെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ പോകുകയാണ്. അതുപോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അവൻ വളരെ കൃത്യമായി സംസാരിക്കുന്നു. ആമെ കുടൽ സംബന്ധമായ രോഗത്താൽ വളരെ ഭാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആമെ സ്തോത്രം ഇതിനകത്ത് ഇരിപ്പുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ആമെ കർത്താവിൻ്റെ
കർത്താവിന്റെ ആത്മാവ് വളരെ കൃത്യമായി സ്തോത്രം കാണുന്ന വ്യക്തികളെ ഈ നിമിഷം സൗഖ്യമാക്കാൻ തുടങ്ങുകയാണ്. ഒരുമിച്ച് നമുക്ക് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ചില ബന്ധനാവസ്ഥകളിൽ നിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിനെ പ്രദർശിപ്പിക്കുന്നു. ഈ വിഷ്വൽ കാണുന്ന ഞാൻ എടുത്തു പറയുകയാണ്, ഇത് കാണുന്ന ഒരു കുടുംബത്തിന്റെ അകത്ത് 3 വ്യക്തികൾ ബന്ധനാവസ്ഥയിലായിരിക്കുന്നു. കുടുംബത്തിന്റെ അകത്ത് 5 പേരുണ്ട്, പക്ഷെ 3 പേര് ബന്ധനാവസ്ഥയിലാണ്. ആ ബന്ധനാവസ്ഥയിലായിരുന്നു വളരെ അധികം പൈസ മുടക്കി പല കാര്യങ്ങൾ ചെയ്തിട്ടും വിടുതലില്ലാതെ വണ്ണം അസ്വസ്ഥപ്പെടുന്ന 3 വ്യക്തികൾ ഈ വിഷ്വൽ കാണുന്ന സമയം തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കുന്ന കാഴ്ച കർത്താവിനെ കൃത്യമായി എനിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം അവരെ സൗഖ്യമാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ഒരു വ്യക്തി ഗവൺമെന്റ് ജോലിയുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ ഗവൺമെന്റ് ജോലി ചെയ്യുവാൻ കഴിയാതെ വണ്ണം ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വർഗ്ഗം 3 പേരെയും സൗഖ്യമാക്കി ഒരത്ഭുത സാക്ഷ്യമാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. സ്വർഗം തന്റെ വലിയ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആത്മ മറ്റൊരു കുടുംബത്തെ വ്യക്തമായിട്ട് എന്നെ പ്രദർശിപ്പിക്കുകയാണ്. സ്തോത്രം. കുടുംബമായി വിദേശ രാജ്യത്തിലായിരിക്കുന്നു, പക്ഷെ നാട്ടിലുള്ള സ്തോത്രം നാട്ടിൽ നിന്ന് കടന്നു വരുന്ന എന്ന് പറഞ്ഞാൽ അവിടെ വസ്തു 1 ഏക്കറിലധികം വസ്തുവുണ്ട്. അതിനെ കൈവശമാക്കുവാൻ വേണ്ടി ഉള്ള ചില മന്ത്രവാദ പ്രവൃത്തിയാൽ അവരായിരിക്കുന്ന രാജ്യത്ത് യൂറോപ്യൻ രാജ്യത്ത് സ്വസ്ഥതയോടെ ഇരിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിനെ ഓസ്ട്രേലിയനെ കാണിക്കുകയാണ്. ആ രാജ്യത്ത് സ്വസ്ഥതയോടെ ഇരിക്കുവാൻ കഴിയാതെ വണ്ണം അവരെ തകർത്ത്, അവരെ കുടുംബത്തെ തകർത്ത് വളരെ സ്തോത്ര ശാരീരിക ബുദ്ധിമുട്ടും മാനസിക തകർച്ചയും പൈശാചിക ബന്ധനവും വരുത്തി അവർ ഓസ്ട്രേലിയയിൽ നിന്നെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വരുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കുടുംബം നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ വിശ്വരത്തുന്ന സമയം അവർ ദൈവത്തിന്റെ വലിയ വിടുതൽ പ്രാപിച്ച് ആ രാജ്യത്തിരിക്കുവാനും അവരുടെ സ്തോത്രം അനുഗ്രഹം അത് ഭദ്രമായിരിക്കുവാനും സ്വർഗം അവർ റെഡിയാക്കി തീർക്കാൻ പോകുക. നമുക്ക് ഒരുമിച്ച് കരമടിച്ച് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം കർത്താവിന്റെ ആത്മാവ് സ്തോത്രം കുറച്ചു പേർക്കല്ല, 100 പേർക്കല്ല, 500 അല്ല, 1000 അല്ല, അനേക വ്യക്തികൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധനം അടിക്കുന്ന ശുശ്രൂഷയാക്കി സ്വർഗം മാറ്റുന്നത് കൊണ്ട് ഒരുമിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സമയം പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ലായിരിക്കാം. തോന്നിയാലും അതിനേക്കാൾ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ക്യാമറയോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ കണ്ട് അത്ഭുതപ്പെടും. സ്വർഗം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് റെക്കോർഡാണ്. അതുകൊണ്ട് നിങ്ങൾക്കെടുത്ത് സ്തോത്രം അത് റിവൈൻഡ് ചിന്തിക്കുവാൻ സാധിക്കും. സ്വർഗത്തിലെ അപ്പൻ തന്റെ ആത്മാവിനാൽ എന്ത് പറഞ്ഞോ അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറയുവാൻ സ്വർഗം ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒരല്പസമയം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് നാം ചില വിടുതലുകൾ ഏറ്റെടുക്കുവാൻ പോകുകയാണ്. ചില അസ്വസ്ഥതകൾ നമ്മെ വിട്ട് മാറിപ്പോകുവാൻ പോകുകയാണ്. ഈ നിമിഷം വളരെ ആത്മാർത്ഥതയോടുകൂടി നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഒരസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ട്. ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അടിഞ്ഞു മാറുന്ന സമയമായി തീരട്ടെ. ഒരു അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമായി തീരട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിടുതൽ
വലിയ വിടുതൽ വ്യക്തിപരമായ ജീവിതത്തിൽ സാധ്യമായി വരുവാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്നെ തളർത്തു വെച്ചിരിക്കുന്ന, നിന്നെ തകർത്തു വെച്ചിരിക്കുന്ന ചില പൈശാചിക പോരുകളെ സ്വർഗം തകർത്തു കളയാൻ പോകുകയാണ്. നീ പ്രാപിക്കേണ്ട അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം, നീ പ്രാപിച്ചെടുക്കേണ്ട നന്മ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം, നീ പ്രാപിക്കേണ്ട ഉയർച്ച പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം ഒതുക്കി വെക്കപ്പെട്ട ചിലത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറാൻ പോകുകയാണ്. ഭവനത്തിനകത്തായിരുന്ന ആമെ പ്രിയപ്പെട്ടവന്റെ വേദനയെ ഓർത്ത്, കുടുംബത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ആമെ സ്തോത്രം ചില ബന്ധനാവസ്ഥകളെ ഓർത്ത് ആമെ കുടുംബമായി ഒരുമിച്ച് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്നത്തെ ദിവസം ആമെ വിടേണ്ട ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ ആമെ സ്വർഗം ചില ബന്ധനങ്ങളെ അടിച്ചു മാറ്റി അവർ സ്വാതന്ത്ര്യമാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുക. നീ ആയിരിക്കുന്ന ഇടത്ത് സന്തോഷമായിരിക്കുവാൻ കഴിയാതെ വണ്ണം ബുദ്ധിമുട്ടിക്കുന്ന അസ്വസ്ഥതകൾ ആമെ സ്വർഗം എടുത്തു മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് നമുക്ക് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി നിമിഷം കടന്നു വരട്ടെ. കർത്താവ് ദൈവപ്രവൃത്തിയെ തടയുന്ന സർവ്വ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇന്നത്തെ ദിവസം വിടുതൽ പ്രാപിക്കരുത്, അനുഗ്രഹം പ്രാപിക്കരുത്. ആമേ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല, ഇന്നത്തെ ദിവസവും ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന നിലവാരത്തിൽ മനസ്സിനെ മടുപ്പിച്ചു വെച്ചിരിക്കുന്ന ചില അസ്വസ്ഥതയുടെ ആത്മാവിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ വിടുതൽ വിശ്വസിക്കാം. Praise the Lord. ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കുമ്പോ എന്തെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ, സൗജന്യമായി കിട്ടട്ടെ എന്നൊന്നും ചിന്തിച്ചുകൊണ്ട് നാം ഒരുതരം വല്ലാത്ത അവസ്ഥയിലായിരിക്കരുത്. ദൈവം കർത്താവ് എന്നെ ഇന്ന് സ്പർശിക്കുന്ന ദിവസമാണ്. വേദപുസ്തകത്തിനകത്ത് ആവശ്യബോധത്തോടെ നിലവിളിച്ചവരെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. ആവശ്യക്കാർക്കാണ് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ വ്യക്തികൾ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ രോഗികളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആവശ്യബോധത്തോടെ കരഞ്ഞ നിലവിളിച്ച വ്യക്തികളെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. ഇന്നത്തെ ദിവസം കർത്താവിന്റെ ആത്മാവിനോട് കൃത്യമായി പറയുകയാണ്. സ്തോത്രം. ഇവിടുത്തെ ദൈവത്തിന്റെ അരുളപ്പാട് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി മാത്രമല്ല സ്വദേശത്തും വിദേശത്തും സ്തോത്രം ദൈവത്തിന്റെ വിടുതൽ ആഗ്രഹിക്കുവാൻ വേണ്ടി ആയിരിക്കുന്ന കുറെ അധികം പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. സ്വർഗം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വിടുതലിന് വേണ്ടി ഞാൻ കിടന്ന് നിലവിളിക്കുകയല്ല, നിങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങൾ വ്യക്തിപരമായിട്ടൊന്ന് പകൽക്കാലം നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് അരികരെ സ്പർശിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. അസാധാരണമായ ചില അനുഭവങ്ങൾ സാധ്യമായി വരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു രോഗാവസ്ഥയ്ക്ക് ഇന്നേ ദിവസം കർത്താവ് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യേശുവിന്റെ സാന്നിധ്യം തന്നെ ആമേൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് പകരം യേശുവിന്റെ സാന്നിധ്യം തന്നെ സ്തോത്രം ഒരു രോഗാവസ്ഥയ്ക്ക് സ്തോത്രം അവിടുന്ന് വിടുതൽ കൽപ്പിക്കുന്ന കാഴ്ച എന്നെ കർത്താവ് പ്രദർശിപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഒരു അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി അത് വ്യാപരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കർത്താവ് പ്രദർശിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥ സ്തോത്രം ശരീരത്തിന്റെ പുറകുവശത്തായിട്ട് സ്തോത്രം ഇടതുഭാഗത്തായിട്ട് വളരെയധികം സ്തോത്രം വളരെ കത്തി കുത്തി ഇറക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരു ഭയാനകമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഈ നിമിഷം യേശു ക്രിസ്തു തന്റെ രോഗാവസ്ഥയ്ക്ക് കാരണമായ ഒരു പൈശാചിക വ്യാപാരത്തെ തകർത്ത് വ്യക്തിയെ സ്വാതന്ത്ര്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന കാഴ്ച കർത്താവിനെ കൃത്യമായി പ്രദർശിപ്പിക്കുകയാണ്.
അതുപോലെ കർത്താവിന്റെ ആത്മാവിനെ പ്രദർശിപ്പിക്കുന്നു. സ്തോത്രം. ഒരു വ്യക്തിക്ക് തലയ്ക്ക് പുറം ഭാഗത്തായിട്ടെന്തോ ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെട്ടിട്ട് താനായിരിക്കുന്ന സ്ഥലം തനിക്ക് ഓർക്കുവാൻ കഴിയില്ല. ചിലപ്പോൾ താൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുവാൻ കഴിയില്ല. ചില സമയങ്ങളിൽ ഏതോ ഒരു പ്രത്യേക ലോകത്തിലേക്ക് കടന്നുപോയതുപോലെ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ പ്രദർശിപ്പിക്കുന്നു. അവൻ ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ വ്യക്തിയുടെ ബന്ധനാവസ്ഥ ഒരു പൈശാചികമായിട്ട് ഒരു മന്ത്രവാദ ശക്തിയാൽ ഒരു പൈശാചിക ഒരു രോഗമായി കടന്നു വന്നിട്ട് ആ വ്യക്തിയെ ഭ്രാന്താക്കി തീർക്കുവാൻ ആ നിലവാരത്തിൽ ഭവനത്തിൽ നിന്ന് ഓടിച്ചു കളയാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക ബന്ധനമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ചില പ്രത്യേക സമയങ്ങളിൽ ആയിരിക്കുന്നത് വീടാണെങ്കിൽ പോലും വീടാണെന്ന് ഓർക്കുവാൻ കഴിയാതെ വണ്ണം വല്ലാത്ത ഒരു അസ്വസ്ഥതയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു അസാധാരണ പ്രവർത്തിയാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സാധ്യമായി വരുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ വിഷ്വൽ കാണാൻ പോകുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ വ്യത്യസ്തമായി കാണിക്കുന്നു. ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ശാരീരിക രോഗത്താൽ ഭാരപ്പെട്ടിട്ട് ആമേൻ, സ്തോത്രം, പല ഡോക്ടർമാരിൽ ആശ്രയിച്ചിട്ട് പല ഡോക്ടർമാരാൽ ചികിത്സിച്ചിട്ട് അല്പം പോലും ഭേദമില്ലാതെ വണ്ണം കിടരോഗിയായിരിക്കുന്ന ഒരു വ്യക്തി, ഏകദേശം 40 വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരനെ കർത്താവിനെ പ്രദർശിപ്പിക്കുക. ഒരു കിടരോഗിയായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മാതാവും തന്റെ ഭാര്യയും ഒരു കുഞ്ഞും അരികത്തു നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സമയവും ഈ വിഷ്വൽ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയവും ഒരു അസാധാരണ പ്രവൃത്തി സ്വർഗം ചെയ്യുന്ന കാഴ്ച സ്വർഗം എന്നെ പ്രദർശിപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില പൈശാചികമായ ശക്തികളാൽ തകർക്കപ്പെട്ട ചില കുടുംബങ്ങൾ ഇന്നത്തെ ദിവസം സ്വർഗം നേരെയാക്കാൻ പോകുകയാണ്. ആമേൻ. ആത്മീയമായി മുൻപോട്ട് പോകുവാൻ കഴിയാതെ, ദൈവിക പ്രവൃത്തിയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ സാത്താൻ തകർത്തു വച്ചിരിക്കുന്ന ചില വ്യക്തികളെ ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ സ്വർഗം ബന്ധനങ്ങളെ അഴിച്ച് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. എല്ലാവരും ഒരുമിച്ച് ചുമ്മാ നിൽക്കുന്ന, ഇരിക്കുന്ന, കിടക്കുന്ന സമയം ആമേൻ മജ്ജകൾക്ക് അസ്ഥികൾക്കകത്ത് മജ്ജയിൽ ഉണ്ടാകുന്ന ഒരുതരം വല്ലാത്ത ബുദ്ധിമുട്ട് നിമിത്തം എന്ത് രോഗമെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ശരീരം ഒരുതരം കറണ്ടടിക്കുന്നത് പോലെ, ഏതാണ്ട് ഒരു മിന്നൽ പാസ് ചെയ്യുന്നത് പോലെ ശരീരത്തെ പിടപ്പിച്ചു കളയുന്ന ഒരു ബന്ധനാവസ്ഥയിൽ നിന്ന്, ഒരു രോഗാവസ്ഥയിൽ നിന്ന് ഒരാളെയല്ല 2 പേരെ എന്റെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന കാഴ്ച എന്നെ കർത്താവ് പ്രദർശിപ്പിക്കുകയാണ്. വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാപിച്ചോ, വിടുതലേറ്റെടുത്തോ. യേശുവിന്റെ നാമത്തിൽ ഈ ബിൽഡിങ്ങിനകത്ത് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് ഈ ബിൽഡിങ്ങിൽ ഇന്നത്തെ ദിവസം പുറത്തായിട്ട് മാനസികമായി തകർക്കപ്പെട്ട അവസ്ഥയിൽ കുടുംബത്തിന്റെ അകത്ത് ചില പൈശാചിക ബന്ധനങ്ങളോ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ബിൽഡിങ്ങിനകത്ത് തന്റെ ഒരു സ്നേഹ വ്യക്തിയെ കണ്ട് ഒരല്പസമയം സംസാരിച്ചിരിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് കുടുംബത്തിന്റെ അകത്ത് വീട്ടിൽ ചെന്നാൽ പ്രശ്നമാണ്, ചില പ്രതികൂലങ്ങളാണ്, ചില
ചില പീഡകളാണ്, ചില പൈശാചിക അറ്റാക്കിങ്ങുകളാണ്. ആ നിലവത് തകർക്കപ്പെട്ട ഒരു വ്യക്തി ഈ ബിൽഡിങ്ങിൽ അവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. നിന്നെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. ആ വ്യക്തി ഈ ബിൽഡിങ്ങിൽ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് വരുന്നത് പരിഭ്രമം പറയാനാണ്, സങ്കടം പറയാനാണ്, എനിക്ക് ജീവിച്ചിരിക്കുവാൻ കഴിയാത്ത വിഷമമുണ്ടെന്ന് പറയാനാണ്. എന്നാൽ ഈ കേൾക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന് അതിലും വലിയ പ്രശ്നമുണ്ട്. ഈ രണ്ട് കുടുംബങ്ങളും ഇപ്പോൾ ദൈവത്താൽ സ്പർശിക്കപ്പെടുകയാണ്, ദൈവത്താൽ തൊടപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട്, നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ ലക്ഷക്കണക്കിന് ബാങ്ക് ബാലൻസ് കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സാധ്യമായി വരുന്നു. ഈ രണ്ട് സ്നേഹിതന്മാർ ഒരുമിച്ച് ഇപ്പോൾ അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അവർക്ക് പരസ്പരം അനുതാപമുണ്ട്, പരസ്പരം അവർക്ക് സ്നേഹമുണ്ട്, പരസ്പരം അവർക്ക് ആത്മാർത്ഥതയുണ്ട്, പരസ്പരം സാമ്പത്തികമായി സഹായിക്കാറുണ്ട്, പരസ്പരം നല്ല വർത്തമാനം പറയാറുണ്ട്. എന്നാൽ ഇതുവരെ ലഭിക്കാത്ത ആശ്വാസം നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ രണ്ടു പേരുടെ, രണ്ട് കുടുംബങ്ങൾക്കകത്ത് ഇപ്പോൾ ഇറങ്ങി വരികയാണ്. സ്വർഗ്ഗം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അടിച്ച് നന്ദി പറഞ്ഞു. Hallelujah, 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 oh hallelujah, yes, praise the Lord, hallelujah. അതേ കർത്താവിന്റെ ആത്മാവ് എന്താണോ പറഞ്ഞത് വ്യക്തികളോട് ചോദിച്ച് അത് ഉറപ്പ് വരുത്തുകയായിരുന്നു. സ്വർഗ്ഗം അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആത്മാവ് പറയപ്പെട്ടു. ആ ബന്ധനാവസ്ഥകളെ, ആ രോഗാവസ്ഥകളെ, ആ ശാപത്തെ, ഇതൊന്നും ഭാവനയെ കണ്ടതല്ല. കർത്താവിന്റെ ആത്മാവ് അഭിമുഖമായി സംസാരിച്ചതാണ്. ആമേ പ്രിയപ്പെട്ടവരോട് ചോദിച്ച് അതിന് ഉറപ്പ് വരുത്തുകയായിരുന്നു. അവരെ സ്വർഗ്ഗം അതിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യമാക്കിയിരിക്കുന്നു. കർത്താവ് അതിൽ നിന്ന് അവരെ പൂർണ്ണമായി വിടുവെച്ചിരിക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ചൊരു നിമിഷം കൂടെ നമ്മുടെ കർത്താവിനൊന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നു പകൽക്കാല ഹാളിൽ നമ്മൾ വന്നത് ദൈവത്തിന്റെ ഒരു മഹത്വം ദർശിക്കുക, ദൈവത്തിന്റെ ഒരു കൈവയ്പ് കൊള്ളുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെതായ ഒരു വിടുതൽ ഇന്ന് പകൽ അനുഭവിപ്പാൻ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവകൃപയില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. ദൈവകൃപയില്ലെങ്കിൽ ഒന്നും നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ഈ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൃപയും കൊണ്ട് ദൈവം പൊതിഞ്ഞു. ഒരു വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ. ചില രോഗികളെ സൗഖ്യമാക്കി, നാളുകളായി ഭാരപ്പെട്ട ചില വിഷയങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു. ചിലരെ ദൈവം വ്യക്തമായി തൊട്ടു എന്ന് സാക്ഷി പറഞ്ഞു, വ്യക്തമായി ദൈവാത്മാവ് സ്പർശിച്ചു എന്ന് സാക്ഷി പറഞ്ഞു. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് തകർന്നുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം വലിയ വിടുതലുകൾ ചെയ്തു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിച്ചു. 9 പേരും ആ കർത്താവിനെ വിട്ടുപോയി. എന്നാൽ ഒരു വിജാതീയനായ ഒരു വ്യക്തി അവിടെ നിന്നു. കർത്താവ് തിരിഞ്ഞു നോക്കി, ബാക്കി 9 പേർ എവിടെ? ഇന്ന് പകലൊരു വിടുതൽ പ്രാപിച്ച് അങ്ങ് പോകുകയല്ല.
ദൈവസന്നിധിയിൽ നിൽക്കണം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ കരുതുന്നു, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ ആമേൻ ഈ യോഗങ്ങളിൽ ഓടിക്കൂടുക, ഇതിലും വലിയ വിടുതലുകൾ പ്രാപിക്കുക, അനേക പേർക്ക് ഒരു അനുഗ്രഹമായി തീരുക. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ നീ ഒരു അനുഗ്രഹമായി തീരും. ആയതുപോലെ ഇന്ന് പകൽ നമ്മൾ പ്രാപിച്ച അനുഗ്രഹം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മളെ സമർപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ, ദൂതുകളുടെ മുൻപാകെ ഒരു നിമിഷം നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തുതിക്കുന്നു. നിങ്ങളുടെ ദാസനെ ശക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം. ഈ ഹാളിൽ വളരെ നിരാശയോടും വേദനയോടും കണ്ണുനീരോടും കടന്നു വന്ന ചില വ്യക്തികളെ ദൈവം തൊട്ടല്ലോ. തൻ്റെ മക്കളെ ഇന്ന് പകൽ സന്ദർശിച്ചല്ലോ. കർത്താവേ, അവരെ സൗഖ്യമാക്കിയല്ലോ. വരുന്ന ആളുകളിൽ കർത്താവേ, ആമേൻ, സ്തോത്ര. ആ ഗദരദേശത്താർക്കും ആരാലും വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ കിടന്നവന്റെ മേൽ ഒരു വിടുതൽ വ്യാപരിച്ചപ്പോൾ അവൻ പട്ടണങ്ങൾക്ക് വിടുതലായി മാറിയതുപോലെ, ഈ തിരുവനന്തപുരം